ഇത് ഞാൻ RARSൽ നിന്ന് വാങ്ങിയ വിത്തുകളാട്ടോ. അപ്പോൾ ഇന്ന് ഈ വിത്തുകൾ നമ്മൾ പാകാൻ പോവുകയാണ്. ചുമ്മാ അങ്ങ് പാകുമല്ല, ഇത് നമ്മൾ പാകാൻ പോകുന്നത് പേപ്പർ ട്രേകളിലാണ്. അതായത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പേപ്പർ ട്രേയിൽ. വിത്തുകൾക്കൊക്കെ 10 രൂപയാണ് വില. ഇത് പടവലത്തിൻ്റെ വിത്താണ്. എല്ലാ വിത്തുകളും 3 അല്ലെങ്കിൽ 2 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് സുവർണ എന്ന ഇനത്തിൽപ്പെട്ട മത്തൻ്റെ വിത്താണ്. ഇത് വെണ്ടക്കേൻ്റെ വിത്ത്. വെണ്ടക്കേൻ്റെയും വെള്ളരിയുടെയും വിത്തുകൾ മാത്രമേ എണ്ണത്തിൽ കൂടുതലുള്ളത്. പിന്നെ ഇതാ ഈ വെള്ളരിൻ്റെ വിത്തും. സൗഭാഗ്യം എന്ന ഇനത്തിൽപ്പെട്ട വെള്ളരിയാണിത്. ഞാനാകെ 4 പാക്കറ്റ് വിത്തേ വാങ്ങിയുള്ളൂ. ഇനിയത്തെ പരിപാടി നമുക്ക് ഈ വിത്ത് അങ്ങോട്ട് പാകാം. ഞാൻ ഈ പേപ്പർ പോട്ട്സ് പഴയൊരു കലണ്ടറിൻ്റെ ഷീറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വിത്ത് പാകിയ ശേഷം ഇത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റോ ട്രേയിലോ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നനവൊക്കെ ആയി കഴിയുമ്പോൾ പേപ്പർ കുതിർന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രേയിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് ഒതുങ്ങിയിരുന്നോളൂ. അങ്ങനെ മണ്ണെല്ലാം നിറച്ച് വിത്ത് പാകി നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ പേപ്പർ പോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് പേപ്പർ നടുവേ കൃത്യമായിട്ട് മടക്കണം. ഇനി ഈ മടക്കിയത് അതുപോലെ തന്നെ തുറന്നതിന് ശേഷം ഈ 2 അറ്റവും സെൻറ്ററിലേക്ക് ഈ രീതിയിൽ മടക്കണം. നമ്മൾ പണ്ട് വിമാനവും തോണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടക്കണ അതേ സെറ്റപ്പ്. ഇനി ഈ ഫ്ലാപ്പ് പോലെ നിൽക്കുന്ന ഭാഗം താഴേക്കായിട്ട് മടക്കണം. എന്നിട്ടിത് തിരിച്ചു വച്ചതിന് ശേഷം ഈ 2 എഡ്ജും സെൻറ്റർ പോർഷനിലേക്ക് മടക്കണം. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ന്യൂസ് പേപ്പറോ കലണ്ടറോ ഒക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ ന്യൂസ് പേപ്പറിനൊക്കെ കട്ടി കുറഞ്ഞൊരു പേപ്പറായതുകൊണ്ട് തന്നെ അത് 2ആയിട്ട് മടക്കിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ബാക്കിയുള്ള ഈ ഫ്ലാപ്പും താഴേക്ക് മടക്കണം. ഫൈനൽ സ്റ്റെപ്പിൽ നമ്മളിത് തുറക്കാൻ നേരത്ത് അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ത്രികോണം പോലെയുള്ള ഭാഗം മുകളിലേക്ക് കൂടി ഒന്ന് മടക്കാം. ഇനി ഇതെടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടും. ഇനി ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം സൈഡിലേക്ക് മടക്കുകയും കൂടി ചെയ്താൽ സംഭവം റെഡി ആയിട്ടോ. ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, എന്നാലും 1-2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് ഇത് ഈസി ആയിരിക്കും കേട്ടോ. ഈ കാണുന്നതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്താണ്. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈയൊക്കെ ആയി കഴിഞ്ഞ് വേരൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇത് ഡയറക്റ്റ് മണ്ണിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് തന്നെ മണ്ണിന് വലിയ ദോഷമൊന്നുമില്ല.